പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആരോഗ്യരംഗത്ത് പുതിയ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നേറുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ. ഇപ്പം കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് ഒരു ആശുപത്രിക്ക് തന്നെ തറക്കല്ലിട്ടത് കോഴിക്കോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്നും അതേപോലെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയുണ്ട്. കാരണം 449 കോടി രൂപ ചിലവിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ നിർമ്മിച്ച കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കുന്ന ദിവസം കൂടിയാണിന്ന്. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ 63 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് 9 നില കെട്ടിടം ഒരുങ്ങിയിരിക്കുന്നത്. അർബുദ ചികിത്സാ രംഗത്ത് ലോകോത്തര സൗകര്യങ്ങളുമായാണ് കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ സജ്ജമായിരിക്കുന്നത്. വൈകുന്നേരം 3 മണിക്കാണ് ഇതിന്റെ ഉദ്ഘാടനം. ജോയ്മോൻ വിവരങ്ങളുമായി നമുക്കിപ്പം തത്സമയമുണ്ട്. ജോയ്മോനെ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ആരോഗ്യരംഗത്ത് പുതിയൊരു നേട്ടം കൂടിയാണ്. ഈ ഒരുക്കങ്ങളൊക്കെ എല്ലാം പൂർത്തിയായി കഴിഞ്ഞു അവിടെ? തീർച്ചയായും സേതു പറഞ്ഞതുപോലെ തന്നെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി സുസജ്ജമായാണ് ഇന്ന് കൊച്ചിൻ ക്യാൻസർ സെന്റർ പ്രവർത്തനം ആരംഭിക്കുക, അല്ലെങ്കിൽ അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വൈകിട്ട് 3 മണിക്കായിരിക്കും ഈ ക്യാൻസർ സെന്റർ നാടിന് സമർപ്പിക്കുക. അതായത് ഏറെ നാളത്തെ ഒരു ആവശ്യമായിരുന്നു മധ്യ കേരളത്തിൽ അർബുദ ചികിത്സയ്ക്കായി ഒരു സംവിധാനം ഉണ്ടാവുക എന്നത്. അതിന്റെ ഒരു പ്രത്യേക പ്രയത്നത്തിന്റെയും നിരന്തരമായ സർക്കാരിന്റെയും അതുപോലെ തന്നെ കിഫ്ബിയുടെ ഫണ്ടിൽ നിന്ന് 449 കോടി രൂപ മുടക്കിയാണ് ഈ പദ്ധതി ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. അതായത് കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ ഭൂമിയിൽ, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിന്റെ 12.5 ഏക്കർ സ്ഥലത്താണ് ഇത്തരത്തിൽ 63 ചതുരശ്ര അടിയിൽ 9 നിലകളിലായി ഈ ക്യാൻസർ കെട്ടിടം ഇന്ന് റിസർച്ച് സെന്റർ ഇന്ന് മിഴി തുറക്കുന്നത്. അപ്പോൾ അത്യാധുനിക ലോകത്തെ തന്നെ ക്യാൻസർ ചികിത്സയിൽ തന്നെ അത്യാധുനിക സൗകര്യങ്ങളും ഉപകരണങ്ങളും അതുപോലെ തന്നെ ഭാവിയിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചിട്ടുള്ള വൻ സജ്ജീകരണങ്ങളാണ് കൊച്ചിൻ ക്യാൻസർ സെന്ററിൽ ഒരുക്കിയിരിക്കുന്നത്. അതായത് ഏറെ നാൾ മുമ്പ്, അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഈ താൽക്കാലിക കെട്ടിടത്തിൽ ക്യാൻസർ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. അതിനുശേഷം ദീർഘനാളത്തെ ഒരു പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ ക്യാൻസർ സെന്ററിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി ഇത് നിർവഹിക്കുക. അപ്പോൾ പ്രധാനമായും മധ്യകേരളത്തിൽ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, മധ്യകേരളത്തിലും അതുപോലെ തന്നെ കേരളത്തിലെ തന്നെ ഒരു മെഡിക്കൽ ഹബ്ബായി കളമശ്ശേരിയെ മാറ്റുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ്, അതിൽ ക്യാൻസർ ചികിത്സയ്ക്ക് ഒരു കേന്ദ്രമായി കളമശ്ശേരിയെ മാറ്റുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ക്യാൻസർ സെന്റർ ഇന്നത്തെ ക്യാൻസർ സെന്ററിന്റെ ഉദ്ഘാടനം ഇത് നിർവഹിക്കുക. മറ്റു ക്യാൻസർ സെന്ററുകളെ അപേക്ഷിച്ച് ഗവേഷണത്തിന് കൂടി ഒരു ഭാവി, അല്ലെങ്കിൽ ഗവേഷണ ഭാവി കൂടി പരിഗണിച്ചിട്ടുള്ള സൗകര്യങ്ങൾ, അല്ലെങ്കിൽ ഭാവിയിൽ എന്തൊക്കെ വികസനങ്ങൾ അല്ലെങ്കിൽ ഈ ഗവേഷണ രംഗത്ത് കൊണ്ടുവരണം എന്നതുകൂടി പരിഗണിച്ചുള്ള സൗകര്യങ്ങളും ഭാവിയിലേക്ക് മുൻകൂട്ടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാഡംബരമായിട്ടുള്ള ഉപകരണങ്ങൾ, അതുപോലെ തന്നെ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായിട്ടുള്ളതും, അതുപോലെ തന്നെ AI ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയയ്ക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ കൊച്ചിൻ ക്യാൻസർ സെന്ററിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ദീർഘനാളായിട്ടുള്ള ഒരു പ്രതീക്ഷയും അല്ലെങ്കിൽ ദീർഘനാളായിട്ടുള്ളൊരു കാത്തിരിപ്പ് കൂടിയാണ് ഇന്ന് സഫലമാകുന്നത്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും പറയുന്നത് കിഫ്ബിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പണം ഈ പദ്ധതിക്കായിട്ട് അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ ഒരു മുഖച്ഛായ, അല്ലെങ്കിൽ ഒരു ചരിത്രം, അല്ലെങ്കിൽ ഒരു ചരിത്ര ചുവടുവയ്പ് കൂടിയാകും ഈ ഒരു പദ്ധതി ആരോഗ്യ മേഖലയിൽ സംഭവിക്കുക ഉള്ളൊരു സമയം കൂടിയാണിത്. 449 കോടി ചെലവിൽ സംസ്ഥാന സർക്കാർ നിർമ്മിച്ച കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ, അതിന്റെ ഉദ്ഘാടനമല്ല, അത് ഇന്ന് നാടിന് പൂർണ്ണാർത്ഥത്തിൽ സമർപ്പിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ.